ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത സുപ്രീം കോടതി വരുത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ അച്യുതൻ? റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട പഞ്ചാബ് ഗവർണർക്കെതിരെ പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതി സമീപിച്ച ഘട്ടത്തിൽ അന്ന് സുപ്രീം കോടതി ഗവർണറോട് പറഞ്ഞത് യു ആർ പ്ലേയിങ് വിത്ത് ഫയർ എന്നാണ്, നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്ന പരാമർശം നടത്തിയായിരുന്നു. അന്ന് ഗവർണർക്കെതിരെ സുപ്രീം കോടതി ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. ഇന്ന് അത്തരത്തിൽ ഈ വിധിന്യായത്തിന്റെ അവസാനം സുപ്രീം കോടതി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാചകമാണ് വിധിയുടെ അവസാനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അതായത് ഭരണഘടന എത്രത്തോളം നല്ലതാണെങ്കിൽ അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമാണെന്ന് തെളിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവ് അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ അവസാനത്തെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്: ഈ 10 ബില്ലുകൾ തടഞ്ഞു വെച്ചത് ആർട്ടിക്കിൾ 200 ലംഘനമാണ്. ഒരു തടസ്സവും സൃഷ്ടിക്കാതിരിക്കാൻ ഗവർണർമാർ ബോധവാന്മാരായിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് യാതൊരു വിവേചന അധികാരവുമില്ല. ഈ ആർട്ടിക്കിൾ 200 ഒരു ഇളവ് ലഭിക്കുന്നതുമല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ നിർദ്ദേശത്തിനൊക്കെ വിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞു വയ്ക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനായി പരിഗണനയിൽ നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്മേൽ 3 മാസത്തിനുള്ളിൽ തന്നെ ഗവർണർ തീരുമാനമെടുക്കണം. ഒന്നുകിൽ അത് 3 മാസത്തിനുള്ളിൽ രാഷ്ട്രപതിക്ക് അയക്കണം, അല്ലെങ്കിൽ തടഞ്ഞു വെക്കാൻ പാടില്ല, ഒന്നുകിൽ അത് വീണ്ടും നിയമസഭയ്ക്ക് അയക്കണം. അങ്ങനെയുള്ള അടിയന്തര നടപടികൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിന് അനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ നിയമവിരുദ്ധമായിട്ടാണ് ഈ ഗവർണർ ഈ 10 ബില്ലുകൾ തടഞ്ഞു വച്ചത്. ഗവർണർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടില്ല എന്ന നിരീക്ഷണം കൂടി ഈ ഘട്ടത്തിൽ, ഈ ഉത്തരവ് പ്രസ്താവിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 200 പ്രകാരം വീറ്റോ അനുവദനീയമല്ല. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരം തടഞ്ഞു വയ്ക്കുന്ന ആ ഒരു വിവേചന അധികാരം അത് ആർട്ടിക്കിൾ 200 പ്രകാരം കഴിയില്ല എന്നുകൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ നിർണായക വിധിയിലൂടെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കേരളം സമാന സ്വഭാവമുള്ള ഒരു ഹർജി നൽകിയത് ഇന്ന് പരിഗണനയ്ക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. ഈ തമിഴ്നാട് സർക്കാർ ഗവർണർക്കെതിരെ ഈ ബില്ലുകൾ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ ഇപ്പോൾ നിർണായക ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. എന്തായാലും അത് മറ്റു കേസുകളിൽ കൂടി ഈ വിധി മാതൃകയായി വരുമെന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പഞ്ചാബുമായി ബന്ധപ്പെട്ട കേസിലെ വിധി അത് ബഹുമാനിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനോട് അനാദരവ് കാണിച്ചു എന്ന നിരീക്ഷണം ഈ വിധിയിലും ജഡ്ജിമാർ നടത്തിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഈ നിലവിൽ ഇപ്പോൾ TN രവിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ വിധി അത് കേരളത്തിന്റെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലും ആ ഒരു വിധിയുടെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും ഈ ബില്ലുകൾ തടഞ്ഞു വച്ചതുമായി ബന്ധപ്പെട്ട TN രവിക്കെതിരെ നേരത്തെ തന്നെ നിരവധി വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വിധിയിലുടനീളം ഈ ഗവർണറുടെ ഭരണഘടനാപരമായിട്ടുള്ള പദവി, ആ പദവിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, വിവേചന അധികാരം എവിടെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ നിർണായക വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല എന്നുകൂടി ഇപ്പോൾ സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തുകയാണ്. അടിയന്തരമായ തീരുമാനം അത് ഗവർണറുടെ ഭാഗത്തുനിന്ന് ബില്ലുകളിൽ സ്വീകരിക്കണം. ഒരിക്കൽ നിയമസഭയ്ക്ക് തിരിച്ചുവിട്ട ബില്ല് വീണ്ടും പാസ്സായി തിരികെ വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ അവകാശമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അത് പിന്നീട് ഗവർണർക്ക് ഒപ്പുവയ്ക്കേണ്ടി വരും. 3 ബില്ലുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഗവർണറുടെ പരിഗണനയിലേക്ക് വന്നാൽ 3 സാധ്യതകളാണ് അദ്ദേഹത്തിന് മുൻപിലുള്ളത്. ഒന്ന്, അനുമതി നൽകുക, അല്ലെങ്കിൽ അനുമതി നിഷേധിച്ച് വീണ്ടും നിയമസഭയ്ക്ക് തിരികെ അയക്കുക. മൂന്നാമതായി പറയുന്നത് അത് രാഷ്ട്രപതിക്ക് അയക്കുക. ഇതല്ലാതെ ഈ ബില്ല് തടഞ്ഞു വയ്ക്കുന്ന ആ ഒരു സ്വഭാവം അത് നല്ല ഒരു പ്രവണതയല്ല എന്നുകൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. അങ്ങനെ 10 ബില്ലുകൾ തടഞ്ഞു വെച്ച ആ ഒരു നടപടി അത് ആർട്ടിക്കിൾ 200 ലംഘനമാണ് എന്ന് ഈ വിധിയിലൂടെ സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ നിലവിലെ നിർണായക വിധി അത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളും ഗവർണറും തമ്മിലുള്ള പോരിനിടെ ഈ ബില്ല് തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾക്കിടെ വലിയ രീതിയിൽ ചർച്ചയായത് ഈ ഗവർണറുടെ ഇത് സംബന്ധിച്ചുള്ള ഭരണഘടനാപരമായ പങ്കും അധികാരവും എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു. ബില്ലുകൾക്ക് അനുമതി നൽകുന്ന കാര്യത്തിലായിക്കോട്ടെ, അത് തടഞ്ഞു വെക്കുന്നതിലായിക്കോട്ടെ, ഗവർണർമാരുടെ ഭരണഘടനാപരമായ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഒരു വ്യക്തത വരുത്തുകയാണ്. ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ വിഷയത്തിൽ തമിഴ്നാട് ഗവർണർക്ക്
അതിരൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ വലിയ തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാവുകയാണ്. ഗവർണർ സ്വീകരിച്ച നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണ്, അത് നിയമവിരുദ്ധമാണ്, അത് റദ്ദാക്കണം എന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്.